വിസ്മയം എന്ന കഥയുടെ തുടർഭാഗം. നാണിയമ്മയുടെ വീട്ടിൽ കിടക്കുവാൻ വിസ്മയ പോയില്ല. കാരണം മറ്റൊന്നുമല്ല, നാണിയമ്മയുടെ കഥകളെല്ലാം വിസ്മയയ്ക്കറിയാം. വയസ്സായിട്ടും മീൻ വിറ്റ് കിട്ടുന്നത് കൊണ്ട് ജീവിക്കുന്ന നാണിയമ്മയ്ക്ക് വീട്ടിലൊരു വിലയുമില്ലെന്ന് നന്നായി അറിയാം. മകൻ കുടിച്ചിട്ട് വന്ന് കാണിക്കുന്ന കോപ്രായങ്ങളും മകൻ്റെ ഭാര്യയുടെ സ്വഭാവവുമെല്ലാം നാണിയമ്മ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുമെല്ലാം വിസ്മയയ്ക്ക് കാണാപ്പാഠമാണ്. നാണിയമ്മ പോയിക്കോളൂ, എനിക്ക് പേടിയില്ല. താമസിച്ച് ചെന്നാൽ നാണിയമ്മയെ അവർ വഴക്ക് പറയും. നാണിയമ്മ മനസ്സില്ലാ മനസ്സോടെ നെടുവീർപ്പിട്ടുകൊണ്ട് നടന്നു നീങ്ങി. വിസ്മയയുടെ മനസ്സ് മുഴുവൻ ഒറ്റപ്പെടലിൻ്റെ വേദനയും ഏകാന്തതയും നിറഞ്ഞു നിന്നിരുന്നു. അപ്പോഴാണ് മുത്തശ്ശി പറയാറുള്ള വാക്കുകൾ ഓർത്തത്. ആരുമില്ലാത്തവർക്ക് ദൈവം തുണയുണ്ടാകും. വിസ്മയയ്ക്ക് ആ വാക്കുകൾ ഓർത്തപ്പോൾ ആത്മവിശ്വാസം തോന്നി. വൈകിട്ട് 6 മണിയായപ്പോഴത്തേക്കും വിസ്മയ വാതിൽ അടയ്ക്കുന്നതിനായി മുൻവശത്തേക്ക് വന്നപ്പോൾ വരാന്തയുടെ കോണിൽ ഭിത്തിയിൽ ചാരിയ ഒരാൾ ഇരിപ്പുണ്ട്. മറ്റാരുമല്ല, വാസുദേവൻ. താൻ മീൻ കച്ചവടത്തിന് പോകുമ്പോൾ എന്നും കാണാറുള്ള ഭിക്ഷക്കാരൻ. തന്നെ നോക്കി ചിരിക്കുന്ന നാണിയമ്മ കഴിഞ്ഞാൽ രണ്ടാമത്തെ ആൾ. വിസ്മയ അങ്ങേരെ വിളിക്കുന്നത് വാസുവേട്ടൻ എന്നാണ്. അച്ഛൻ്റെ പ്രായമുള്ള ആളാണ്. എങ്കിലും വാസുവേട്ടൻ പോയില്ലേ? വിസ്മയ ചോദിച്ചു. ഇല്ല കുഞ്ഞേ, ഞാൻ പോയില്ല. കുഞ്ഞ് തനിച്ചല്ലേ ഉള്ളൂ? അത് സാരമില്ല, വിസ്മയ പറഞ്ഞു. അപ്പോൾ വാസുദേവൻ പറഞ്ഞു, കുഞ്ഞ് കഥ കടച്ച് കിടന്നുള്ളൂ. ഞാൻ ഇവിടെ ഉണ്ടെന്ന് ഓർമ്മിക്കണ്ട. ഞാൻ ഈ വരാന്തയിൽ ഇരുന്നോളാം. 40-40 വയസ്സെങ്കിലുമുണ്ട് വാസുദേവന്. ഭിക്ഷക്കാരൻ ആണെങ്കിലും നന്നായി വൃത്തിയായിട്ടാണ് നടക്കുന്നത്. ഒരിക്കൽ ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കഥ എന്നോട് പറഞ്ഞു. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം വീട്ടിലെ ബുദ്ധിമുട്ട് കാരണം പട്ടാളത്തിൽ ചേർന്നു. കിട്ടുന്ന പണം എണ്ണം തെറ്റാതെ വീട്ടിലേക്ക് അയച്ചു. എന്നും കൊടുത്തുകൊണ്ടേയിരുന്നു. തന്നെ കൂടാതെ 5 സഹോദരങ്ങളും അമ്മയും അടങ്ങുന്നതായിരുന്നു തൻ്റെ കുടുംബം. അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചിരുന്നു. അമ്മയ്ക്ക് കാര്യമായ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. ആലപ്പുഴയ്ക്കടുത്ത് അല്പം സ്ഥലവും ഒരു വീടും മാത്രമാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് പഠിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും വീട്ടിലെ ബുദ്ധിമുട്ടുകളും അമ്മയുടെ കഷ്ടപ്പാടുകളും സഹോദരങ്ങളുടെ വിദ്യാഭ്യാസവും എല്ലാം ഓർത്തപ്പോൾ മിലിറ്ററിയുടെ റിക്രൂട്ട്മെൻറ്റ് വന്നപ്പോൾ കയറിക്കൂടി. ആദ്യത്തെ നിയമനം കാശ്മീരിലായിരുന്നു. അവിടുത്തെ ജോലി അതികഠിനമായിരുന്നു. ആദ്യത്തെ 5 കൊല്ലം എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും സഹിച്ചാണ് പിടിച്ചിരുന്നത്. തിരിഞ്ഞോടിയാലോ എന്ന് ഓർത്തിട്ടുണ്ട് പല പ്രാവശ്യം. പക്ഷേ വീട്ടിലെ ഉള്ളവരുടെ മുഖം ഓർക്കുമ്പോൾ എല്ലാം സഹിക്കാൻ തോന്നും. അങ്ങനെയിരിക്കെ സർവീസിൽ കയറി 25 കൊല്ലമായപ്പോൾ ഒരു ട്രക്ക് ആക്സിഡൻറ്റിൽ വാസുദേവൻ്റെ വലതുകാൽ മുറിച്ചു നീക്കപ്പെട്ടു. അതോടെ വാസുദേവൻ ജോലി മതിയാക്കി നാട്ടിലേക്ക് തിരിച്ചു. നാട്ടിലേക്ക് തിരിക്കുന്നതിന് മുമ്പ് വാസുദേവൻ സഹപ്രവർത്തകരോട് പറഞ്ഞു, ഞാൻ നാട്ടിൽ ചെന്നാൽ എൻ്റെ അമ്മയും സഹോദരങ്ങളും എന്നെ പൊന്നുപോലെ നോക്കും. കാരണം അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇതുവരെ ജീവിച്ചത്. സഹോദരങ്ങളെല്ലാം ഒരുവിധം പച്ച പിടിച്ചിരുന്നു. വാസുദേവൻ സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ 2 സഹോദരിമാരുടെ വിവാഹം തനിക്ക് ആവും പോലെ മാന്യമായി നടത്തിയിരുന്നു. അവർക്ക് വേണ്ടുന്ന ബാക്കി കാര്യങ്ങളും ചെയ്തു കൊടുത്തു. സഹോദരന്മാരിൽ 2 പേരും സർക്കാർ സർവീസിൽ കയറിക്കൂടി. ഇളയ സഹോദരൻ പഠിത്തം കഴിഞ്ഞ് പട്ടണത്തിൽ വാസുദേവൻ്റെ സഹായത്തോടെ ഒരു കൂൾബാർ നടത്തുന്നു. അവൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമായി. ഇനി ഞാൻ തിരിച്ചു ചെന്നാൽ അവർക്കെല്ലാം വളരെ സന്തോഷമായിരിക്കും. കാരണം അവധിക്ക് ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ മത്സരിച്ചാണ് അവരെന്നെ സ്നേഹിച്ചിരുന്നത്. എന്നാൽ വിചാരിച്ചതിൻ്റെ നേരെ വിപരീത ഫലമാണ് ഉണ്ടായത്. ഇനിയും തിരിച്ചു പോകുന്നില്ലെന്നും ജോലി മതിയാക്കിയെന്നുമുള്ള വാർത്ത അവർക്ക് ഉൾക്കൊള്ളാനായില്ല. അവരുടെ മുഖം കറുത്തു. മാത്രമല്ല, പയ്യെ അമ്മയിൽ നിന്ന് പോലും മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. സഹിക്കാനാകാതെ വന്നത് ഒരു ദിവസം ഇളയ സഹോദരൻ്റെ സുഹൃത്തുക്കൾ വന്നപ്പോൾ മുൻവശത്തിരുന്ന വാസുദേവനെ കണ്ട് അവർ ചോദിച്ചു, ഇതാരാണ്? പട്ടാളത്തിൽ നിന്ന് വന്ന പട്ടണത്തിൽ നിന്ന് വന്ന സുഹൃത്തുക്കളോട് അവൻ പറഞ്ഞു, അത് അകന്ന ഒരു ബന്ധുവാണ്. വന്നു കഴിഞ്ഞാൽ കുറേ ദിവസം കഴിഞ്ഞേ പോകൂ എന്ന് അടക്കം പറഞ്ഞിട്ട് അവർ പോയി കഴിഞ്ഞപ്പോൾ അനിയൻ ഏട്ടനോട് അകത്തെങ്ങാനും പോയി ഇരുന്നുകൂടെ, വെറുതെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ. വടിയും കുത്തിപ്പിടിച്ച് ഇറങ്ങിക്കോളും. ഇത് കേട്ടതും വാസുദേവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. 25 കൊല്ലം സ്വന്തം രാജ്യത്തിനും വീടിനും വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട തനിക്ക് കിട്ടിയ സമ്മാനം, അത് താങ്ങാനുള്ള കഴിവ് വാസുദേവനില്ലായിരുന്നു. മറ്റുള്ളവർക്ക് അപമാനമാകാതെ ആരോടും യാത്ര പറയാതെ അന്ന് രാത്രി തന്നെ വാസുദേവൻ പടിയിറങ്ങി. എന്നേക്കുമായി ആ വീട്ടിൽ നിന്ന് തൻ്റെ ജീവിതം മറന്ന് താൻ ജീവിച്ചത് വെറുതെയായി പോയെന്ന് അന്ന് മനസ്സിലായി വാസുദേവന്. പിന്നീട് നാട്ടിലേക്ക് ഒരു തിരിച്ചുപോക്കുണ്ടായില്ല. ഇനി ഒരിക്കലും ഉണ്ടാവുകയുമില്ല. അങ്ങനെ പല നാടുകളും ദേശങ്ങളും താണ്ടി വാസുദേവൻ വിസ്മയയുടെ നാട്ടിലുമെത്തി. ആരോടും ഇടപഴകാറില്ല എങ്കിലും വിസ്മയയുടെ ജീവിതം എന്താണെന്ന് വാസുദേവൻ അറിയാം. അതുകൊണ്ട് തന്നെ
വിസ്മയെ വാസുദേവന് വലിയ ഇഷ്ടമാണ്. വിസ്മയുടെ ജീവിത ദുരിതങ്ങൾ അടുത്തറിയാവുന്ന 2 പേരാണ് നാണിയമ്മയും വാസുദേവനും. വിസ്മയ കതകടച്ച് കിടന്നെങ്കിലും ഉറക്കം വന്നില്ല. കാരണം ഇന്നു മുതൽ താൻ തികച്ചും അനാഥയായി മാറിപ്പോയി. അടുത്ത ഭാഗവുമായി വീണ്ടും